നമസ്കാരം. വരാഹി ഡിവോഷണലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2025 ജൂലൈ 20 ഞായറാഴ്ച ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ജ്യോതിഷ ഫലപ്രകാരം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം പല ഗ്രഹങ്ങളുടെയും സംക്രമണവും നിങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുകയും അതോടൊപ്പം തന്നെ വ്യാഴത്തിന്റെയും ശുക്രന്റെയും സ്വാധീനം ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ രണ്ടു ഗ്രഹങ്ങളുടെയും സ്വാധീനം നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. കൂടാതെ ഈ രാശിയിൽ പിറന്ന 8 നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് രാജയോഗ തുല്യമായ ഫലങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ പലർക്കും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ ജൂലൈ മാസം 20 ഞായറാഴ്ച വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഗുണഭാവത്തിൽ നിൽക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരെല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തേത് മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരാണ്. ഈ മിഥുനം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരായ വ്യക്തികളും ഇപ്പോൾ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരുടെയും കാര്യം ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വ്യക്തികളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തെ പറ്റി സ്വപ്നം കാണുവാനും ജീവിതത്തിൽ നല്ല ഒരു ദിനം വരുമെന്ന് ചിന്തിക്കാനും അതിനു പോലും കഴിയാത്ത ഒരു തരത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ജീവിത സാഹചര്യം. എന്നാൽ ഈ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. അതായത് ഗതിമുട്ടി എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാണ്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കുടുംബത്തിൽ അനാവശ്യമായി പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മനസമാധാനം ഒട്ടും കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളുമായിരുന്നു. അതായത് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിയായ കാരണം പോലുമില്ല എന്നതാണ് സത്യം. വെറുതെ പരസ്പരം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഈ വ്യാഴത്തിന്റെയും ശുക്രന്റെയും സ്വാധീനം നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത്, അതായത് ജൂലൈ മാസം 20 ഞായറാഴ്ച പല വ്യക്തികളുടെയും വീടുകളിൽ നിലനിന്നിരുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. മാത്രമല്ല പല മിഥുനം രാശിക്കാരായ വ്യക്തികൾക്കും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്തകളെ പറ്റി അറിയാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ചില ആളുകൾക്ക് വിദേശത്തു നിന്ന് തൊഴിലവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, മിഥുനം രാശിക്കാരായ വ്യക്തികൾക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളും തടസ്സമെല്ലാം മാറി പൂർത്തീകരിക്കുവാനും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനും ഇതിലൂടെ കൈവരാൻ പോകുന്നത്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഈ ഒരു ദിവസം ബുദ്ധിമുട്ടുകൾ ചില ആളുകൾക്ക് തരണം ചെയ്യേണ്ടി വരുമെങ്കിലും അതിനുള്ള പരിഹാരവും ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും പല ഭാഗത്തു നിന്നും ധനവരവ് ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു ദിവസം കാണുന്നു. ആരോഗ്യ കാര്യത്തിലാണെങ്കിലും മാനസിക കാര്യത്തിലാണെങ്കിലും വളരെ ഒരു മെച്ചപ്പെട്ട സാഹചര്യമാണ് വരാനിരിക്കുന്നത്. ഇനി അടുത്തതായി ഈ ജൂലൈ 20 ഞായറാഴ്ച ശുക്രന്റെയും വ്യാഴത്തിന്റെയും ഒരുപോലെ നിലനിൽക്കുന്നതിനാൽ വളരെ മികച്ച ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരുടെ ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പറ്റി ആരോടാണ് പറയേണ്ടത് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്.
എല്ലാ കഷ്ടതകളെയും ഉള്ളിലൊതുക്കി നീറി നീറി കഴിയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായാണെങ്കിലും മാനസികപരമായാണെങ്കിലും നിങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ കർക്കിടകം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നതും ഇപ്പോൾ വേഗത്തിൽ തന്നെ പരിഹാരം ലഭിക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള ഒരു പരിഹാരം ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. വിവാഹ തടസ്സം നേരിടുന്ന ആളുകൾ, വിവാഹം നടക്കാത്തത് മൂലം കളിയാക്കലുകൾ പലയിടത്തു നിന്നും കേൾക്കേണ്ടി വരുന്ന വ്യക്തികൾ, വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു സന്തോഷ നിമിഷം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് കൈപ്പിടിയിലാക്കാനുള്ള യോഗമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. അതുപോലെ ചില വ്യക്തികൾ നിയമപരമായ എന്തൊക്കെയോ കാര്യങ്ങളിൽ പെട്ട് വളരെയധികം മനസ്സമാധാനക്കേട് അനുഭവിക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ കൊണ്ടോ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് വഞ്ചിച്ച് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നതിനൊപ്പം തന്നെ നിങ്ങളെ ചില നിയമ കുടുക്കുകളിലാക്കുകയും അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉടനടി പരിഹാരമുണ്ടാവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനത്തിൽ കർക്കിടക രാശിയിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ചില അത്ഭുതകരമായ ജീവിത നേട്ടങ്ങളും സുരക്ഷിതമായ ഭാവി ലഭിക്കുന്നതിനുള്ള ചില അവസരങ്ങളും ഈ ഒരു സമയത്ത് വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയധികം ഭാഗ്യം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടതായുണ്ട്. തീർച്ചയായും നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വളരെയധികം മനസ്സമാധാനവും ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ ആരോഗ്യസ്ഥിതിയും വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇനി അടുത്തതായി ഈ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര ശുഭകരമായ രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന അടുത്ത രാശിക്കാര് എന്ന് പറയുന്നത് ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചു നാളുകളായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധികളാണ് നേരിടുന്നത്. ചിലർക്കാണെങ്കിൽ ജീവിതത്തിൽ ജനിച്ച കാലം തൊട്ട് ഇതുവരെ കഷ്ടപ്പാടുകളാണ് അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. മാത്രമല്ല സാമ്പത്തികമായി ഒരു ഉയർച്ചയും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എന്നാൽ കടബാധ്യതകളാണെങ്കിൽ ഒന്നിനുമേൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ ശുഭകരമായി തുടങ്ങി വെച്ചിട്ട് അതിലെല്ലാം വൻ പരാജയം അനുഭവിക്കേണ്ടതായി വരികയും വളരെയധികം സാമ്പത്തിക നഷ്ടങ്ങളും മറ്റുള്ളവരുടെ പരിഹാസത്തിനും എല്ലാം യോഗം ഉണ്ടായിട്ടുള്ളവരാണ്. എന്നാൽ ഈ ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും മാറുകയും ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹ ഭാവത്തോടൊപ്പം നിങ്ങളിൽ വളരെയധികം ഈശ്വര കടാക്ഷവും നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച. ധനുമാസ രാശിക്കാരായ വ്യക്തികൾക്കും ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകൾ കേൾക്കാൻ ഇടയാകും. കൂടാതെ വീടുപണിയെല്ലാം തുടങ്ങി വെച്ച ശേഷം അത് പൂർത്തീകരിക്കാതെ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന വ്യക്തികൾക്ക് വീടുപണി തുടർന്ന് നടത്താനുള്ള സാമ്പത്തികം ലഭിക്കുന്നതുമാണ്. മാത്രമല്ല ധനുരാശിക്കാരായ വ്യക്തികളിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചില ഉയർച്ചകൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ തുടക്കം എന്നോണം ചില കാര്യങ്ങൾ ഈ ദിവസം കഴിയുന്നതോടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വൻ നേട്ടങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ വരുന്ന ജൂലൈ 20-ാം തീയതി ഞായറാഴ്ച. ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവും കുടുംബാന്തരീക്ഷവും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഈ 3 രാശിയിൽപ്പെട്ട 8 നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് ഈ വരുന്ന ജൂലൈ മാസം 20-ാം തീയതി പല രാജയോഗ തുല്യമായ കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗം ഉണ്ടാകുന്നതാണ്.